വി കുഞ്ഞികൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒറ്റുകാർക്ക് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ കൈക്കോടാലിയായി മാറി. ഇത്തരം ശക്തികളുടെ സ്ഥാനം രാഷ്ട്രീയത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കുമെന്നും MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മാധ്യമങ്ങളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നവർക്ക് പയ്യന്നൂരിലെ ജനക്കൂട്ടം കൃത്യമായ മറുപടിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജാഥയിൽ MV ഗോവിന്ദന് സ്വീകരണം നൽകിയത് കൊല്ലപ്പെട്ട ധൻരാജിന്റെ ഭാര്യ സജിനി. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞികൃഷ്ണനും ബാധകമാണ്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വലിയൊരു ആൾക്കൂട്ടമായിരുന്നോ പയ്യന്നൂരിൽ? കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചോ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിക്ക്? ഡോക്ടർ അരുൺകുമാർ, വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ നേരത്തെ തന്നെ CPIM നിലപാട് വ്യക്തമാക്കിയതാണ്. ആ നിലപാട് ഒരിക്കൽ കൂടി അതിരൂക്ഷമായ വിമർശനത്തോടു കൂടി ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരമൊരു മറുപടി നൽകുകയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വികസന മുന്നേറ്റ ജാഥയുടെ പയ്യന്നൂരിലെ സ്വീകരണ വേദിയിലായിരുന്നു ഈ മറുപടി എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ CPIMന്റെയും LDFന്റെയും ഒക്കെ ജാഥയുടെ ഭാഗമായി ജാഥയെ സ്വീകരിക്കുന്നത് അതത് മണ്ഡലം കമ്മിറ്റികളുടെ ഭാരവാഹികളൊക്കെയാണ്. രക്തസാക്ഷി കുടുംബങ്ങളുമൊക്കെ വേദിയിലേക്ക് എത്താറുണ്ട്. പ്രത്യേകിച്ച് ഒരു LDFന്റെ ജാഥയാവുമ്പോൾ അത്തരം സാന്നിധ്യങ്ങൾ നമ്മൾ പൊതുവെ കാണാറില്ല. എന്നാൽ വി കുഞ്ഞികൃഷ്ണൻ ധനരാജ് ഫണ്ടിൽ ക്രമക്കേട് നടന്നു, അതിൽ തിരിമറി നടന്നു എന്നുള്ള ആരോപണം ഉയർത്തിയതിന് പിന്നാലെ തന്നെ എത്തിയിട്ടുള്ള LDFന്റെ ഒരു ജാഥയിൽ, അതും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഒരു ജാഥയിൽ രക്തസാക്ഷി ധനരാജിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് തന്നെ സ്വീകരണം നൽകിയതും ഒരു രാഷ്ട്രീയ മറുപടിയായി തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ ഈ ജാഥയുടെ ഭാഗമായി സംസാരിച്ചത്. വി കുഞ്ഞികൃഷ്ണന് മറുപടി നൽകിയത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടക്കുന്ന എല്ലാവരുടെയും സ്ഥാനം ചരിത്രത്തിൽ ചവറ്റുകൊട്ടയിലാണ് എന്നുള്ളത് കാണണം. ഏതോ ഒരു മേൽക്കൈ നേടി എന്നുള്ള ധാരണയിലാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത്തരം ചില ധാരണയുമായി മുന്നോട്ട് പോയവരൊക്കെ ചരിത്രത്തിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് MV ഗോവിന്ദൻ ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും പയ്യന്നൂരിൽ വെച്ച് തന്നെ, പയ്യന്നൂരിൽ TI മധുസൂദനും അതുപോലെ തന്നെ അവിടെയുള്ള വലിയ ജനക്കൂട്ടത്തെയും ഒക്കെ സാക്ഷി നിർത്തി തന്നെയാണ് MV ഗോവിന്ദൻ വി കുഞ്ഞികൃഷ്ണന് മറുപടി നൽകിയത്. ഈ ജനക്കൂട്ടമാണ് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് നൽകുന്ന മറുപടി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ ഇന്ന് വി കുഞ്ഞികൃഷ്ണന് മറുപടി നൽകിയത്. ഇനിയിപ്പോൾ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MV ഗോവിന്ദൻ ഇത്തരമൊരു പ്രതികരണം നടത്തുമ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം തുടർന്നും നടത്താനുള്ള സാധ്യത മുന്നിൽ തന്നെയുണ്ട്. എന്തായാലും തുടർന്നും ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാക്പോരുമായി മുന്നോട്ട് പോകുമോ വി കുഞ്ഞികൃഷ്ണൻ? ഇതിനകത്ത് MV ഗോവിന്ദന് തന്നെ ഒരു മറുപടി നൽകുമോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്തായാലും അതിന് തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇത്തരത്തിൽ പയ്യന്നൂരിലെ വിവാദത്തിൽ CPM ഒരിക്കൽ കൂടി നിലപാട് ആവർത്തിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ ബൂർഷ്വാ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണങ്ങൾ ആഗ്രഹിക്കുന്നവരുടെയും കോടാലിക്കൈയായി മാറിയിരിക്കുന്നു, ഒറ്റുകാരനായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിൽ നടന്നിട്ടുള്ള വികസന മുന്നേറ്റ ജാഥയുടെ സ്വീകരണ പരിപാടിയിൽ ഉയർത്തിയിരിക്കുന്നത്, പ്രസംഗിച്ചിരിക്കുന്നത്. ഡോക്ടർ ഓക്കെ.